ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യസ് ലേണിംഗ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 8ാമത്തെ ചാപ്റ്ററാണ് പ്രാണവായുവും ജീവരക്തവും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വായു ഉള്ളിലേക്കെടുക്കുന്ന പ്രവർത്തനത്തെ ഉച്ഛ്വാസമെന്നും പുറത്തുവിടുന്നതിനെ നിശ്വാസമെന്നും പറയുന്നു. ഉച്ഛ്വസിക്കുമ്പോൾ വാരിയെല്ലിൻകൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യുന്നു. നിശ്വസിക്കുമ്പോൾ വാരിയെല്ലിൻകൂട് താഴുകയും സങ്കോചിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉച്ഛ്വസിക്കുമ്പോൾ വാരിയെല്ലിൻകൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യുന്നു. നിശ്വസിക്കുമ്പോൾ വാരിയെല്ലിൻകൂട് താഴുകയും സങ്കോചിക്കുകയും ചെയ്യുന്നു. മനുഷ്യനിലെ മുഖ്യ ശ്വസനാവയവം ഒരു ജോഡി ശ്വാസകോശങ്ങൾ. മനുഷ്യനിലെ മുഖ്യ ശ്വസനാവയവം ഏതാണ്? ഒരു ജോഡി ശ്വാസകോശങ്ങൾ. ശ്വാസനാളത്തിൻ്റെ ഭിത്തി ബലപ്പെടുത്തിയിരിക്കുന്നത് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വളയങ്ങൾ കൊണ്ട്. ശ്വാസനാളത്തിൻ്റെ ഭിത്തി ബലപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സി ആകൃതിയിലുള്ള തരുണാസ്ഥി വളയങ്ങൾ കൊണ്ട്. വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം വലുതാണ്. വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം വലുതാണ്. ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിവില്ലാത്തതിന് കാരണം എന്താണ്? മാംസപേശികൾ ഇല്ലാത്തതിനാൽ. ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിവില്ലാത്തതിന് കാരണം മാംസപേശികൾ ഇല്ലാത്തതിനാൽ. അടുത്ത ചോദ്യം, ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗമാണ് ഡയഫ്രം. പ്രസ്താവന ശരിയാണോ? ശരിയാണ്. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഡയഫ്രം. ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നത് എപ്പോഴാണ്? ഉച്ഛ്വാസത്തിൽ. ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നത് എപ്പോഴാണ്? ഉച്ഛ്വാസത്തിൽ. ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നത് എപ്പോഴാണ്? ഉച്ഛ്വാസത്തിലാണ്. ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നത് ഉച്ഛ്വാസത്തിൽ. ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നത് എപ്പോഴാണ്? നിശ്വാസത്തിലാണ്. ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നത് നിശ്വാസത്തിലാണ്. അപ്പോൾ ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിവില്ലാത്തതിന് കാരണം എന്താണ്? മാംസപേശികൾ ഇല്ലാത്തതിനാൽ. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗമാണ് ഡയഫ്രം. ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നത് ഉച്ഛ്വാസത്തിലാണ്. ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നത് ഉച്ഛ്വാസത്തിലാണ്. ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നത് നിശ്വാസത്തിലാണ്. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുകയും ശ്വാസകോശത്തിൽ നിന്നും വായു പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നത് നിശ്വാസത്തിലാണ്. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുകയും ശ്വാസകോശത്തിൽ നിന്നും വായു പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നത് നിശ്വാസത്തിലാണ്. നിശ്വാസവായുവിലെ നൈട്രജൻ്റെ അളവ് 78%. നിശ്വാസവായുവിലെ നൈട്രജൻ്റെ അളവ് 78%. നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 4%. നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 4%. നിശ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 15%. നിശ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് 15%. അപ്പോൾ നിശ്വാസവായുവിലെ നൈട്രജൻ്റെ അളവ് 78%. നിശ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് 4%. നിശ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് 15%. ഔരസാശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രവും വാരിയെല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണ് ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാകുന്നത്. ഇതൊരു പ്രസ്താവനയാണ്, ഇത് ശരിയാണ്. ഔരസാശയത്തിൻ്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രവും വാരിയെല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണ് ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങൾ സാധ്യമാക്കുന്നത്. ഇനി ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് 21%. ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 0.04. ഉച്ഛ്വാസവായുവിലെ ജലബാഷ്പത്തിൻ്റെ അളവ് 0.96%. അപ്പോൾ ഉച്ഛ്വാസവായുവിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 21%. ഓക്സിജൻ 21%. കാർബൺ ഡൈ ഓക്സൈഡ് 0.04%. ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് 0.04%. ഉച്ഛ്വാസവായുവിലെ ജലബാഷ്പത്തിൻ്റെ അളവ് 0.96%. അപ്പോൾ നമുക്ക് ഉച്ഛ്വാസവായു നിശ്വാസവായുവിലുള്ള ഓരോന്നിൻ്റെ അളവ് ഒന്നുകൂടി കമ്പയർ ചെയ്ത് നോക്കാം. ഉച്ഛ്വാസവായുവിലാണെങ്കിൽ ഓക്സിജൻ 21%. എന്നാൽ നിശ്വാസവായുവിലാവുമ്പോൾ ഓക്സിജൻ എത്രയാണ്? 15%. ഉച്ഛ്വാസത്തിൽ 21%, നിശ്വാസത്തിൽ 15%. കാർബൺ ഡൈ ഓക്സൈഡ് ഉച്ഛ്വാസത്തിൽ
0.04 ഉച്ഛ്വാസത്തിൽ എത്രയാണ്? 0.04. നിശ്വാസവായുവിൽ എത്രയാണ്? കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും, അപ്പോൾ 4. നൈട്രജൻ ആണെങ്കിൽ ഉച്ഛ്വാസവായുവിൽ 78%, എന്നാൽ നിശ്വാസവായുവിലും എത്ര തന്നെയാണ്? 78 തന്നെയാണ്. ജലബാഷ്പം ഉച്ഛ്വാസവായുവിൽ 0.96, എന്നാൽ നിശ്വാസവായുവിൽ 3. ഇനി അമീബയിൽ എങ്ങനെയാണ് ശ്വസനം നടക്കുന്നത്? കോശസ്തരത്തിലൂടെയാണ്. അമീബയിൽ ശ്വസനം നടക്കുന്നത് എങ്ങനെയാണ്? കോശസ്തരത്തിലൂടെയാണ്. പ്രത്യേക ശ്വസനാവയവം അമീബയ്ക്ക് ഇല്ല. ഇനി മണ്ണിരയിലോ? ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം. മണ്ണിരയുടെ ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം. എല്ലാ ഷഡ്പദങ്ങളിലും ശരീരത്തിൻ്റെ വശങ്ങളിൽ നിരയായി ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇവയോട് ബന്ധപ്പെട്ട് കാണുന്ന നളികാജാലങ്ങളാണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം. അപ്പോൾ ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ഏതാണ്? നളികാജാലമാണ്. അപ്പോൾ 3 പറഞ്ഞു. അമീബയുടേത് എന്താണ്? അമീബയ്ക്ക് ശ്വസനാവയവമില്ല. കോശസ്തരത്തിലൂടെയാണ് വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്നത്. മണ്ണിരയാണെങ്കിലോ? മണ്ണിരയ്ക്ക് ത്വക്കാണ്, ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയുടെ ശ്വസനാവയവം. ഷഡ്പദങ്ങളാണെങ്കിലോ? നളികാജാലങ്ങളാണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം. ഇനി മത്സ്യങ്ങൾക്കാണെങ്കിൽ ചെകിളപ്പൂക്കളാണ് മത്സ്യങ്ങളുടെ ശ്വസനാവയവം. ഉഭയജീവികൾക്കാണെങ്കിലോ? ഉഭയജീവികൾക്ക് കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അമീബയ്ക്ക്, ഏകകോശ ജീവിയായ അമീബയ്ക്ക് പ്രത്യേക ശ്വസനാവയവമില്ല. കോശസ്തരത്തിലൂടെയാണ് അതിൻ്റെ ശ്വസനം നടക്കുന്നത്. മണ്ണിരയ്ക്ക് ഈർപ്പമുള്ള ത്വക്കാണ് ശ്വസനാവയവം. ഷഡ്പദങ്ങൾക്ക് നളികാജാലമാണ്. മത്സ്യം ചെകിളപ്പൂക്കളാണ്. ഉഭയജീവികൾ കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്തുന്നു. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ വെളുത്ത നിറമാക്കുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ വെളുത്ത നിറമാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ശകലങ്ങളെ കൂടാതെ നേരിട്ട് അന്തരീക്ഷ വായു ശ്വസിക്കാൻ കഴിവുള്ള മത്സ്യങ്ങൾ ഏതൊക്കെയാണ്? മുഷി, വരാൽ, ഈൽ. ശകലങ്ങളെ കൂടാതെ നേരിട്ട് അന്തരീക്ഷ വായു ശ്വസിക്കാൻ കഴിവുള്ള മത്സ്യങ്ങളാണ് മുഷി, വരാൽ, ഈൽ. ഏകകോശ ജീവികളിൽ പദാർത്ഥ സമ്മേളനത്തിന് സഹായിക്കുന്നത് എന്താണ്? കോശദ്രവ്യം. ഏകകോശ ജീവികളിൽ പദാർത്ഥ സമ്മേളനത്തിന് സഹായിക്കുന്നത് കോശദ്രവ്യം. സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? റെനെ ലെനാക്ക്. സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് റെനെ ലെനാക്ക്. ഇനി ഹൃദയത്തിൻ്റെ അറകളാണ്. ജീവികളും ഹൃദയത്തിൻ്റെ അറകളുമാണ്. മണ്ണിര 5 ജോഡി പാർശ്വഹൃദയങ്ങളുണ്ട്. മണ്ണിരയ്ക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളുണ്ട്. പാറ്റ 13 അറകളുണ്ട്. പാറ്റയ്ക്ക് 13 അറകളുണ്ട്. പല്ലി 3 അറകളുണ്ട്. പല്ലി 3 അറകളുണ്ട്. മത്സ്യത്തിന് 2 ഹൃദയമറകളാണുള്ളത്. മത്സ്യത്തിന് 2 ഹൃദയമറകളാണുള്ളത്. അപ്പോൾ മണ്ണിരയ്ക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങൾ, പാറ്റയ്ക്ക് 13 അറകൾ, മത്സ്യത്തിന് 2 അറകൾ, പല്ലിക്ക് 3 അറകൾ. മണ്ണിര 5 ജോഡി പാർശ്വഹൃദയം, പാറ്റ 13 അറ, മത്സ്യം 2 അറ, പല്ലി 3 അറ. മനുഷ്യഹൃദയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. വശങ്ങളിൽ ശ്വാസകോശങ്ങളാണ്. മനുഷ്യഹൃദയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് പറയുന്നത്. വശങ്ങളിൽ ശ്വാസകോശങ്ങളാണ്. പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. മുഷ്ടിയോളം വലിപ്പമുണ്ട്. ഔരസാശയത്തിനുള്ളിൽ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെടുന്നു. മനുഷ്യഹൃദയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. വശങ്ങളിൽ ശ്വാസകോശങ്ങളാണ്. മനുഷ്യഹൃദയത്തിൻ്റെ വശങ്ങളിൽ ശ്വാസകോശങ്ങളാണ്. പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. മുഷ്ടിയോളം വലിപ്പമുണ്ട്. ഔരസാശയത്തിനുള്ളിൽ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെടുന്നു. ഇനി ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. സ്പോഞ്ച് പോലെയുള്ള ശ്വാസകോശത്തിൽ നിരവധി വായു അറകളുണ്ട്. ശ്വാസകോശത്തിനുള്ളിലെ വായു പുറത്തേക്ക് പോകുന്നത് ശ്വാസകോശം സങ്കോചിക്കുമ്പോഴാണ്. ശ്വാസനാള ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട് ബലപ്പെട്ടിരിക്കുന്നു. വലതു ശ്വാസകോശം ഇടതുവശത്തേക്കാൾ അല്പം വലുതാണ്. അപ്പോൾ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. സ്പോഞ്ച് പോലെയുള്ള ശ്വാസകോശത്തിൽ നിരവധി വായു അറകളുണ്ട്. ശ്വാസകോശത്തിനുള്ളിലെ വായു പുറത്തേക്ക് പോകുന്നത് ശ്വാസകോശം സങ്കോചിക്കുമ്പോഴാണ്. ശ്വാസനാള ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട് ബലപ്പെട്ടിരിക്കുന്നു. വലതു ശ്വാസകോശം ഇടതുവശത്തേക്കാൾ അല്പം വലുതാണ്. വെളുത്ത രക്തകോശങ്ങൾ എത്ര തരമാണുള്ളത്? 5. വെളുത്ത രക്തകോശങ്ങൾ 5 തരമാണുള്ളത്. മനുഷ്യൻ്റെ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? മനുഷ്യ ഭ്രൂണത്തിന് 22 ദിവസം പ്രായമാകുമ്പോൾ. മനുഷ്യൻ്റെ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? മനുഷ്യ ഭ്രൂണത്തിന് 22 ദിവസം പ്രായമാകുമ്പോൾ.
ചുവന്ന വിയർപ്പുള്ള ജീവി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിപ്പപ്പൊട്ടാമസ് ആണ്. ചുവന്ന വിയർപ്പുള്ള ജീവിയാണ് ഹിപ്പപ്പൊട്ടാമസ്. പ്ലാസ്മയിലെ ജലത്തിൻ്റെ അളവ് 90%. പ്ലാസ്മയിലെ ജലത്തിൻ്റെ അളവ് 90%. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയം. ഏകകോശ ജീവിയായ അമീബയിൽ പ്രത്യേക ശ്വസനാവയവം ഇല്ല. അതൊരു ശരിയായ പ്രസ്താവനയാണ്. ഇനി രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ഓക്സിജനെയും ആഹാര ഘടകങ്ങളെയും സംവഹനം ചെയ്യുന്നു. ദഹിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്നും കോശങ്ങളിൽ എത്തിക്കുന്നു. ചുവന്ന രക്തകോശങ്ങൾ, വെളുത്ത രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നീ കോശങ്ങളും പ്ലാസ്മയും ചേർന്നതാണ് രക്തം. അപ്പോൾ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് പറയുന്നത്. ഓക്സിജനെയും ആഹാര ഘടകങ്ങളെയും സംവഹനം ചെയ്യുന്നു. ദഹിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്നും കോശങ്ങളിൽ എത്തിക്കുന്നു. ചുവന്ന രക്തകോശങ്ങൾ, വെളുത്ത രക്തകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നീ കോശങ്ങളും പ്ലാസ്മയും ചേർന്നുള്ളതാണ് രക്തം. ഇനി ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനത്തിന് പങ്കുവഹിക്കുന്നു. ഇരുമ്പംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ്. ഇരുമ്പിൻ്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ്. അപ്പോൾ ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: 1. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ്. 2. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സംവഹനത്തിന് പങ്കുവഹിക്കുന്നു. 3. ഇരുമ്പിൻ്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ്. ഇനി സസ്യങ്ങളിലെ ശ്വസനം എങ്ങനെയാണ്? സസ്യങ്ങളും അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. ഇലയിലെ സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത്. ജന്തുക്കളെ അപേക്ഷിച്ച് സസ്യങ്ങളിൽ ശ്വസന നിരക്ക് കുറവാണ്. അപ്പോൾ നമ്മൾ ഉച്ഛ്വാസവും നിശ്വാസവും പറഞ്ഞു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സംഭവിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ശ്വാസകോശത്തിലെ വായുമർദ്ദം കൂടുന്നു, വായു അറകൾ വികസിക്കുന്നു, ഡയഫ്രം താഴേക്ക് വലിയുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നു? ശ്വാസകോശത്തിലെ വായുമർദ്ദം കൂടുന്നു, വായു അറകൾ വികസിക്കുന്നു, ഡയഫ്രം താഴേക്ക് വലിയുന്നു. ശ്വാസനാളം തടസ്സപ്പെട്ട ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ശ്വാസതടസ്സം നീക്കുക. ശ്വാസനാളം തടസ്സപ്പെട്ട ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ശ്വാസതടസ്സം നീക്കുക. മനുഷ്യരിലെ ശ്വസന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നാസാദ്വാരം, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശം. മനുഷ്യനിലെ ശ്വസന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ ശരിയായി ക്രമത്തിൽ പറയുമ്പോൾ നാസാദ്വാരം, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശം. മുതലയുടെ ഹൃദയ അറകളുടെ എണ്ണം എത്രയാണ്? 4. മുതലയുടെ ഹൃദയ അറകൾ 4. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.